ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിന്റെ ആദ്യ പാർട്ട് നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിനകത്ത് ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. അതിനകത്തായിരിക്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ പോൾ എക്സാം ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്: സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് മിഷൻ സമുദ്ര എന്നാണ്. അപ്പൊ എന്താണ് മിഷൻ സമുദ്ര? ഇക്കഴിഞ്ഞ 2026 കേരള ബജറ്റില് 2026 കേരള സർക്കാർ അവതരിപ്പിച്ച കേരള സർക്കാരിന്റെ പുതിയ VD സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ പറഞ്ഞ ആശയമാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യത്തെ വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഈ പറയുന്ന മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. ഇനി അത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ. നിലവിൽ കേരളത്തിലെ ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്നു കൂടെ ഓർത്തു വെച്ചേക്കാം. നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ആണ്. VE അബ്ദുൽ ഗഫൂർ ആണ് അല്ലെ നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ആണ്. നമ്മൾ ഗഫൂർ കാ ദോസ് എന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിഷറീസ് അബ്ദുൽ ഗഫൂർ ആണ്. ഫിഷറീസ് മാത്രമല്ല, സാമൂഹിക നീതി, ഫിഷറീസും അതുപോലെ തന്നെ സാമൂഹിക നീതി, ഈ രണ്ട് സുപ്രധാന വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് VE അബ്ദുൽ ഗഫൂർ ആണെന്ന കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ട്രെയിൻ ഏത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് നമോ ഗ്രീൻ ട്രെയിൻ എന്നാണ്. നമോ ഗ്രീൻ ട്രെയിൻ എന്നോ നമോ ഗ്രീൻ റെയിൽ എന്നോ വിളിക്കാം. ഉദ്ഘാടനം ചെയ്തു ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2026 ജൂലൈ മാസം 17-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഹരിയാനയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഹരിയാനയിലെ എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നത്? ഹരിയാനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ജിദ്ദിനെയും അതുപോലെ തന്നെ സോനിപത്ത്. ഹരിയാനയിലെ ജിദ്ദിനെയും അതുപോലെ തന്നെ സോനിപത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹൈഡ്രജൻ ട്രെയിൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിൻ എന്ന പ്രത്യേകതയും ഈ ട്രെയിനുണ്ട്. 10 ബോഗികളായിട്ട് ഏകദേശം 2600ഓളം യാത്രക്കാരെ വഹിക്കാൻ ഈ ഒരു ട്രെയിനിന് ശേഷിയുണ്ട്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിനാണ് ഇന്ത്യ പുറത്തിറക്കിയ നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത് 2026 ജൂലൈ മാസം 17-ാം തീയതി നരേന്ദ്രമോദി ഹരിയാനയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഹരിയാനയിലെ ജിദ്ദിനെയും അതുപോലെ തന്നെ സോനിപത്തിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്, അവൻ ബന്ധിപ്പിക്കുകയാണെന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിനടുത്ത പോയിന്റ് എന്ന് കണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹൈഡ്രജൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരും നമ്മൾ. ലോക ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ ലോക ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അപ്പൊ ലോക ബാങ്കിന്റെ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ നീൽകാന്ത് മിശ്രയാണ്. അപ്പൊ ലോക ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് നീൽകാന്ത് മിശ്ര. അപ്പൊ ലോക ബാങ്കിന്റെ, വേൾഡ് ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ നീൽകാന്ത് മിശ്രയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് ആശ്വാസ് 2026.
അപ്പൊ കേരളത്തിലെ നമുക്കറിയാം ഈ സഹകരണ സ്ഥാപനങ്ങളിലെ സഹകരണ സംഘങ്ങൾ, ആ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ ആൾക്കാരുണ്ടാവും. അവർക്കൊരു പ്രത്യേക ഇളവ് കൊടുത്തും ഇന്ന ദിവസത്തിനകത്ത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇളവ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ അടയ്ക്കൂലേ? അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി കൊണ്ടുവരുന്നതാണ് ആശ്വാസ് 2026. അപ്പൊ കേരളത്തില് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026. ആശ്വാസ് 2026 എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ സഹകരണവും അതുപോലെ തന്നെ എക്സൈസും ഈ രണ്ട് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ് നിലവിൽ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പ്രിയദർശിനി. അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചു. ആ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദ്യം. നമുക്കറിയാം 2026 കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 15-ാം തീയതി അല്ലേ? അപ്പൊ 2026 കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 15-ാം തീയതിയാണ് പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ KSRTC ബസ്സുകളിലെ മിനിമം വേതനം എത്രയാണെന്ന് അറിയാമോ? മിനിമം റേറ്റ്, ടിക്കറ്റ് റേറ്റ്, KSRTCയിലെ മിനിമം ടിക്കറ്റ് റേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. KSRTCയിലെ മിനിമം ടിക്കറ്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 10 രൂപയാണ്. അപ്പൊ KSRTC ബസ്സിലെ മിനിമം ടിക്കറ്റ് റേറ്റ് എത്ര രൂപയാ? 10 രൂപയാണെന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ പറയുന്ന വനിതകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അത് ഉദ്ഘാടനം ചെയ്ത് 2026 ജൂൺ മാസം 15-ാം തീയതിയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ കഴിഞ്ഞ 2026 ജൂൺ മാസം 4-ാം തീയതി കേരള സർക്കാർ, നമ്മുടെ VD സതീശൻ സർക്കാർ കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട്, ഒരു ധവളപത്രം അവതരിപ്പിക്കണം. നിയമസഭയിൽ ഒരു ധവളപത്രം അവതരിപ്പിച്ചു. ആ ധവളപത്രത്തിൽ പറഞ്ഞത് പ്രകാരം കേരളത്തിന്റെ പൊതുകടം എത്രയാണെന്നറിയാമോ? കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണ്. അപ്പോ 2026 ജൂൺ മാസം 4-ാം തീയതി കേരള സർക്കാർ, നമ്മുടെ VD സതീശൻ സർക്കാർ പുറത്തിറക്കിയ ആ ഒരു ധവളപത്രം പ്രകാരം കേരളത്തിന്റെ പൊതുകടം 5.07 ലക്ഷം കോടി രൂപ. ഇനി ഈ ധവളപത്രം തയ്യാറാക്കിയത് ഏത് കമ്മിറ്റിയാണ്? ആര് നേതൃത്വം കൊടുത്ത കമ്മിറ്റിയാണ് ഈ ധവളപത്രം തയ്യാറാക്കിയതെന്ന് വെച്ച് പറഞ്ഞത് ഇന്ത്യയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന KM ചന്ദ്രശേഖർ. അപ്പൊ ഇന്ത്യയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന KM ചന്ദ്രശേഖർ നേതൃത്വം കൊടുത്ത കമ്മിറ്റിയാണ് ഈ ധവളപത്രം തയ്യാറാക്കിയത്. അതിനാണ് ഈ കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി KSRTCക്ക് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുക വഴി KSRTCക്ക് വർഷാവർഷം സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള തുക 800 കോടി രൂപയാണ്. 800 കോടി രൂപയാണ് സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. 800 കോടി രൂപ ആർക്ക്? KSRTCക്ക് സർക്കാർ വർഷാവർഷം നൽകും. ഇതിന്റെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനുള്ള ഇതായിട്ട് 800 കോടി രൂപ നൽകാനാണ് ആര് തീരുമാനിച്ചിട്ടുള്ളത്? നമ്മുടെ കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, KSRTC. അപ്പൊ ഒരു ദിവസം പ്രിയദർശിനി ബസ് ഓടുന്ന വഴി കേരളത്തിൽ ഏകദേശം 3500ഓളം ബസ്സുകൾ നിലവിലുണ്ട്. ഒരു ദിവസം പ്രിയദർശിനി ബസ് ഓടുന്ന വഴിയുള്ള കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ KSRTCയുടെ ചെലവെന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. അങ്ങനെ ഒരു മാസം ഏകദേശം 10-60 കോടി രൂപ ചെലവ് വരും. അങ്ങനെ എല്ലാം കൂടെ 800 കോടി രൂപ സർക്കാർ KSRTC വർഷാവർഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങളിലേക്ക് ഞാൻ ചോദ്യം വരും. അപ്പൊ ചിലർ ചിന്തിക്കും, സാറേ ഓൾറെഡി ഇവിടെ 5.07 ലക്ഷം കോടി രൂപ കടത്തിലാണ്, അതിനോടൊപ്പം 800 കോടി രൂപ വരുമ്പോൾ അതൊരു ബാധ്യതയല്ലേ, അത് കേരളം കടക്കണിയിലേക്ക് നീങ്ങത്തല്ലേ എന്ന് ചിന്തിക്കുന്നവരോടാണ് ഒരു കണക്ക് പറയാനായിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായിട്ടൊരു രാജ്യം പൊതുഗതാഗത സംവിധാനം സൗജന്യമാക്കുക വഴി ലാഭം കൊയ്ത ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് എസ്റ്റോണിയ എന്നാണ്. എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യം, എസ്റ്റോണിയ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രി, അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായ, തലസ്ഥാന നഗരിയായ ടാലിൻ സിറ്റി. അപ്പോൾ എസ്റ്റോണിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടാലിൻ നഗരം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പറയുന്ന പൊതുഗതാഗത സംവിധാനം സൗജന്യമാക്കി. അപ്പൊ പൊതുഗതാഗതം അവിടെ ബസ് മാത്രമല്ല, ട്രെയിന്, ഏതൊക്കെ പബ്ലിക് സർവീസ് ഉണ്ടോ അതെല്ലാം ഫ്രീ ആക്കി. അങ്ങനെ ഫ്രീ ആക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ആ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുക വഴി അവിടെ കുറച്ച് പൈസ ആ ആൾക്കാർ, ഈ പറയുന്ന അവിടുത്തെ പൗരന്മാർ മിച്ചം പിടിച്ചില്ലേ?
ആ ലാഭിച്ച തുക അവർ മറ്റ് സ്ഥലങ്ങളിൽ ചെലവാക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ അവർ ചെലവാക്കിയപ്പോൾ അതിൽ നിന്ന് സർക്കാരിന് ടാക്സ് കിട്ടി, വരുമാനം കിട്ടി. ആ വരുമാനം എന്ന് പറയുന്നത് നേരത്തെ പൈസ കൊടുത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നില്ലേ, അപ്പ കിട്ടിയ വരുമാനത്തെക്കാൾ എത്രയോ കൂടുതലായിരുന്നു. ഇത് ഫ്രീ ആക്കി കൊടുത്തപ്പോൾ ആ പൈസ അവർ വേറൊരു സ്ഥലത്ത് ചെലവാക്കിയപ്പോൾ കിട്ടിയ അതിൽ നിന്നുള്ള നികുതി അതിൽ കൂടുതലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എസ്റ്റോണിയയിലെ ടാലന്റ് നഗരം വിജയിപ്പിച്ച ഈ ഒരു പദ്ധതി ഇവിടെ കേരളത്തിൽ വിജയിപ്പിക്കാൻ സാധിക്കും. ഇത് തിയറട്ടിക്കലാണ്. ഇതിനെ പ്രാക്ടിക്കലി നടപ്പിലാക്കിയ ഒരു രാജ്യമാണ് എസ്റ്റോണിയ. ഇവിടെ നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പെൺകുട്ടി ഒരു ദിവസം വീട്ടിൽ നിന്നും മിനിമം ടിക്കറ്റിൽ ഒരു അപ്പുറത്തെ നമ്മുടെ എന്താ പറയുക ഒരു PSC സെൻറ്ററിലേക്ക് പോകുന്നു എന്ന് കരുതുക. ഒരു ദിവസം അങ്ങോട്ട് പോകാൻ 10 രൂപ, ഇങ്ങോട്ട് പോകാൻ 10 രൂപ, 20 രൂപ ലാഭിക്കുകയാണ്. ഒരു മാസത്തിൽ 25 ദിവസം ആ പുള്ളിക്കാരി ആ കോച്ചിങ് സെൻറ്ററിൽ പോവുകയാണ്. അപ്പോൾ 25 × 20 ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ആ പെൺകുട്ടി 500 രൂപ ലാഭിക്കുകയാണ്. ഒരു വർഷം നോക്കുകയാണെങ്കിലോ 6000 രൂപ ലാഭിക്കുകയാണ്. ചെറിയ കാര്യമല്ല. അപ്പോൾ VD സതീശൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു, എന്താണെന്നറിയാവോ, പല ആളോട് ഞാൻ ചോദിച്ചു, അവരിത് ഈ പൈസ പ്രിയദർശിനി പദ്ധതിയിലൂടെ ലാഭിക്കുന്ന തുക എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സേവ് ചെയ്യാം. അപ്പം ഞാൻ ആ കുട്ടിയോട്, VD സതീശൻ പറയാണ്, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, KSF എൻ്റെ വകുപ്പാണ്, KSFൽ ചിട്ടു തുടങ്ങാം, ഒരു പോസ്റ്റ് ഓഫീസ് ചിട്ടു തുടങ്ങാം 500 രൂപയ്ക്ക് മാസം, അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, അപ്പോൾ വലിയൊരു തുകയെ മാറും. അടുത്തിടെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടു, ഒരു വീട്ടമ്മ പറയാണ് ഒരു മാസം 2500 രൂപ വരെ ആ വനിത കഴിഞ്ഞ മാസത്തെക്കാൾ ഈ മാസം ലാഭിക്കുകയാണ്. ചെറിയ കാര്യമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, 2500 രൂപ ലാഭിക്കുകയാണെന്നേ, അത് ചെറിയൊരു കാര്യം അല്ല. ഓക്കെ അല്ലേ? ഇനി ഇത് കേൾക്കുമ്പോൾ ചില പുരുഷന്മാർക്ക് തോന്നും, എന്നാ പിന്നെ സാറേ ഞങ്ങൾക്കും കൂടെ അങ്ങ് ഫ്രീ ആക്കി തന്നൂടെ എന്ന്. അതിനും VD സതീശൻ കൃത്യമായിട്ട് ആ ഉദ്ഘാടനത്തിന് മറുപടി പറഞ്ഞു. എന്താണെന്നറിയാമോ പുള്ളിക്കാരൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ എന്നിലേക്ക് തന്നെ എത്തും. പുള്ളിക്കാരൻ പറഞ്ഞത്, നമ്മൾ ആ പൈസ കൊടുത്ത് മദ്യപിക്കും, എല്ലാവരും അല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ടാക്സ് കിട്ടും, അതും ഒരു വഴിക്ക് എത്തും, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് പുള്ളി ഉഴപ്പൻ മട്ടിൽ അവിടെ പറഞ്ഞു വെച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ടാലന്റ് നഗരമാണ് ലോകത്തിൽ ആദ്യമായിട്ട്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് രാജ്യം ലിംഗവ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം സൗജന്യമാക്കിയ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് ലക്സംബർഗ് എന്നാണ്. ലക്സംബർഗ് എന്നാണ്. യൂറോപ്യൻ കൺട്രിയാണ് ലക്സംബർഗ്. ലിംഗവ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം സൗജന്യമാക്കിയ രാജ്യമാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കേരളമാണോ ആദ്യം? അല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഡൽഹിയാണ്. പിന്നീട് രണ്ടാമത് തമിഴ്നാടും, പിന്നീട് മൂന്നാമത് കർണാടകയും, ഇപ്പോൾ ഇതാ കേരളവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC തങ്ങളുടെ സർവീസുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും തത്സമയ ട്രാക്കിങ്ങിനും വേണ്ടി 2026 ജൂണിൽ പുറത്തിറക്കിയ ഒരു പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് K-Swift Connect. അപ്പൊ എന്താണ് K-Swift Connect എന്ന് പറയുന്നത്? KSRTC അവരുടെ സർവീസുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയും തത്സമയ ട്രാക്കിങ്ങിന് വേണ്ടിയും 2026 ജൂൺ മാസം പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് K-Swift Connect. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് K-Swift Connect. K-Swift Connect എന്ന് പറയുന്നത്, K-Swift Connect എന്ന് പറയുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. K-Swift Connect എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്ത് വെച്ചാൽ, നമ്മൾ ഈ റെയിൽവേയുടെ ഒരു ട്രാക്കിംഗ് ആപ്പ് ഉണ്ടല്ലോ, വേർ ഈസ് മൈ ട്രെയിൻ, അതിന് സമാനമായിട്ട് KSRTC ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. എവിടെ എത്തി ബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എപ്പോൾ എത്തും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ് K-Swift Connect എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ VD സതീശൻ ഉദ്ഘാടനം ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന ആദ്യ യാത്രാ ചടങ്ങാണ് കാണുന്നത്. ഇത് അടുത്തിരിക്കുന്ന VD സതീശൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് CP ജോൺ ആണ്, കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്
നമ്മുടെ CP ജോൺ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ വകുപ്പ് ഒരു ജനസമ്പർക്ക പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. ആ ജനസമ്പർക്ക പരിപാടിക്ക് വിളിച്ച പേരാണ് കായകൽപ്പം. അപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടിയുടെ പേരാണ് കായകൽപ്പം. ഈ കായകൽപ്പം എന്ന പേരിൽ ഒരു അവാർഡ് തന്നെയുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. അപ്പൊ അറിയണം, നിലവിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? നിലവിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നറിയപ്പെടുന്നത് അത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ. അപ്പൊ നിലവിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ മുരളീധരൻ. അങ്ങനെയെങ്കിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് JP നഡ്ഡയാണ്. JP നഡ്ഡ അഥവാ ജഗത് പ്രകാശ് നഡ്ഡയാണ് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് രാഹ്വീർ എന്നുള്ളത്. അപ്പൊ എന്താണ് രാഹ്വീർ? അപ്പൊ റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഒരു പദ്ധതി ആരംഭിക്കുന്ന പേരാണ് രാഹ്വീർ. ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്തിടെ ദ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് നൽകിയത്? സ്ലോവാക്കിയാണ്. അപ്പൊ ദ ഓർഡർ ഓഫ് ദി, നമ്മുടെ നരേന്ദ്രമോദിക്ക് 10-30ഓളം രാജ്യങ്ങൾ അവരുടെ പരമോന്നതമായ, നമ്മുടെ ഭാരതരത്ന പോലെ അവരുടെ പരമോന്നതമായ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്തിടെ ദ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് നൽകി ആദരിച്ചത്? സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യമാണ്. സ്ലോവാക്യ എന്ന് പറയുന്ന ക്രോസ് എന്നതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. സ്ലോവാക്യ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്തിടെ ദ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് നൽകി ആദരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി തുരങ്കം ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് കീഴിലാണ് നിർമ്മിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 8 വരി തുരങ്കം ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് കീഴിലാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് ആണ്, രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാനിലെ മുകുന്ദ്ര ഹിൽസ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 8 വരി തുരങ്കം ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് കീഴിലാണ് നിർമ്മിക്കുന്നത്? മുകുന്ദ്ര ഹിൽസ് ആണ്. മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവ് രാജസ്ഥാനിലാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. 2026 ജൂണിൽ ഡ്രോൺ വഴിയുള്ള തപാൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ 2026 ജൂൺ മാസം ഡ്രോൺ വഴിയുള്ള തപാൽ സംവിധാനം, നമുക്കറിയാം ഈ ഡ്രോൺ ഇപ്പൊ മൊത്തം ഡ്രോൺസിന്റെ കളിയാണ് അല്ലെ. ഡ്രോൺ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിൽ ഇപ്പൊ ഡ്രോൺ ഡയറി കളിയാണ്. കാർഷിക മേഖല തൊട്ട് വ്യവസായ മേഖല തൊട്ട് വാണിജ്യ മേഖല, എന്താ പറയുക, എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും കാർഷിക മേഖല വരെ ഇപ്പൊ ഡ്രോൺസിന്റെ കളിയാണ്. അങ്ങനെ തപാൽ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡ്രോൺ വഴി തപാൽ വിതരണം ചെറിയ കാര്യമല്ല. അപ്പൊ 2026 ജൂൺ മാസം ഡ്രോൺ വഴിയുള്ള തപാൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഹിമാചൽ പ്രദേശ് ആണ്. അപ്പൊ 2026 ജൂൺ മാസം ഡ്രോൺ വഴിയുള്ള തപാൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. അപ്പൊ 2026 ജൂൺ മാസം ഡ്രോൺ വഴിയുള്ള തപാൽ വിതരണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശ് ആണ്. അങ്ങനെയെങ്കിൽ 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏത്? ഈ GI അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ഭൗമ സൂചിക എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു വാദ്യോപകരണമാണ് സരിന്ദ. ഈ സരിന്ദ വാദ്യോപകരണം ഏത് സംസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെ വാദ്യോപകരണമാണ് സരിന്ദ? ത്രിപുര. അപ്പൊ 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണമാണ് സരിന്ദ എന്ന കാര്യം ഓർക്കുക.
അങ്ങനെയെങ്കിൽ 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ജൂൺ മാസം സമാധാന സൂചിക വരുന്നു. സമാധാന സൂചികയിൽ നമ്മൾ കുത്തനെ ഇടിയുകയാണ്. കാരണം 2025 നമുക്ക് 115 സ്ഥാനമായിരുന്നു. ഇപ്പം നമ്മൾ 2026 നമ്മൾ കുത്തനെ ഇടിഞ്ഞു, 127 പോയി. അപ്പോൾ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. 2025 നമുക്ക് 115 സ്ഥാനമായിരുന്നു. ഇപ്പം നമ്മൾ കുത്തനെ ഇടിഞ്ഞു, 127 സ്ഥാനത്തേക്ക് നമ്മൾ കുത്തനെ ഇടിയുകയാണെന്ന കാര്യം അവിടെ ഓർത്തു വച്ചേക്കാം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകളാണ് കേട്ടോ. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതി വിളിച്ച പേരാണ് എപ്പിഫോം. അപ്പോൾ പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദിക്കുന്ന പേര് എപ്പിഫോം എന്നാണ്. അപ്പോൾ പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് എപ്പിഫോം. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് എപ്പിഫോം എന്ന കാര്യം ഓർക്കുക. ഇനി 2026 ജൂൺ മാസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കുട്ടികളുടെ വയറിളക്കത്തിനും ഛർദിക്കും കാരണമാവുകയും ചെയ്ത ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ബാക്ടീരിയൽ രോഗബാധയത് ഷിഗല്ല. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യം ഇതാരും ഈ പറയുന്ന ഷിഗല്ല എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ എന്ത് തരം രോഗാണു കൊണ്ടുണ്ടാക്കുന്നതാണോ? വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഷിഗല്ല ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസാണ് ഷിഗല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഷിഗല്ല എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണെന്ന് കാര്യം ഓർക്കുക. ഷിഗല്ല എന്ന് പറയുന്നത് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഷിഗല്ല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 2026 ജൂൺ മാസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കുട്ടികളിൽ വയറിളക്കത്തിനും ഛർദിക്കും കാരണമാവുകയും ചെയ്ത ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ബാക്ടീരിയൽ രോഗബാധയാണ് ഷിഗല്ല. ഷിഗല്ല ഈസ് ബാക്ടീരിയ എന്ന കാര്യം ഓർക്കുക. ഇനി 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ അറബ് മേഖലയിലെ രാജ്യം UAE ആണ്. അപ്പോൾ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുള്ള പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ അറബ് മേഖലയിലെ രാജ്യം UAE. എന്നാൽ 16 വയസ്സിന് താഴെ ഈ ഒരു സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവന്ന സംസ്ഥാനം ഏത്, രാജ്യം ഏതെന്ന് ചോദിച്ചപ്പോൾ അത് മലേഷ്യയാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടി പഠിച്ചു, അത് മലേഷ്യ. എന്നാൽ 13 വയസ്സിന് താഴെ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്, 16 വയസ്സിന് താഴെ കൊണ്ടുവന്ന സംസ്ഥാനം ഏത്? 13 വയസ്സാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, 16 വയസ്സിന് താഴെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്ത് കർണാടക. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 13 വയസ്സിന് താഴെ സോഷ്യൽ മീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശും 16 വയസ്സിന് താഴെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തത് കർണാടകയുമാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഒഡീഷയാണ്. അപ്പോൾ സർക്കാരിൻ്റെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും, അപ്പോൾ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും കിൻഡർ ഗാർട്ടൻ മുതൽ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ PG വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അത് ഒഡീഷയാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും അല്ലേ, അപ്പോൾ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PG വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഒഡീഷയാണത്. ഒഡീഷയാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെ അടുത്ത പോയിന്റ് വരുന്നു. കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂണിൽ ഒപ്പുവെച്ച ചരിത്രപരമായ പുതിയ ആഗോള ഉടമ്പടിയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നാണ് എന്നെ വിളിച്ച പേര്. അപ്പോൾ കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ അല്ലേ, അപ്പോൾ കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് എതിരെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂൺ മാസം ഒപ്പുവെച്ച ചരിത്ര പ്രധാനമായിട്ടുള്ള പുതിയ ആഗോള ഉടമ്പടിയാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂൺ മാസം ഒപ്പുവെച്ച വളരെ ചരിത്രപരമായിട്ടുള്ളൊരു
ആഗോള ഉടമ്പടി, ഒരു ഗ്ലോബൽ ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് വിളിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2040 കൂടി ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കുക. അപ്പൊ 2040 കൂടി ഗ്ലോബലി എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് എന്തിന്റെ ലക്ഷ്യം? ഈ പറയുന്ന ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം. 2026 ജൂൺ മാസം ISRO തങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിന്റെ വികസനത്തിന് വേണ്ടി ഔദ്യോഗിക കരാറിൽ ഒപ്പിട്ട സ്വകാര്യ ബഹിരാകാശ ഏജൻസി ഏത്? ഇൻസ്പേസ് ആണ്. ഇൻസ്പേസ്. അപ്പൊ എന്താണ് ഇൻസ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ 2026 ജൂൺ മാസം ISRO ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഈ പറയുന്ന അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, നെക്സ്റ്റ് ജനറേഷനിൽ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുക. പഴയ പോലെ ഒരു മതിയോ, വികസിക്കണ്ടേ? അങ്ങനെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു. ഏതോ ഒരു സ്വകാര്യ ഏജൻസിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്. ഏതാണ് ആ ഏജൻസി? ഇൻസ്പേസ് എന്നാണ് ആ സ്വകാര്യ ഏജൻസിയുടെ പേര്. ഇൻസ്പേസ് എന്നാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു. ശബ്ദവേഗത്തെ മറികടക്കാൻ നാസ പുതുതായി അവതരിപ്പിച്ച സൂപ്പർ സോണിക് വിമാനം ഏതെന്നാണ് ചോദ്യം. അപ്പൊ ശബ്ദത്തിന്റെ വേഗത്തെ മറികടക്കുക അല്ലെ. അപ്പൊ ശബ്ദത്തിന്റെ വേഗത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാസ പുതുതായിട്ട് ഒരു സൂപ്പർ സോണിക് വിമാനം അവതരിപ്പിക്കുന്നുണ്ട്. ആ സൂപ്പർ സോണിക് വിമാനത്തിന്റെ പേര് X-59 എന്നാണ്. അപ്പൊ ശബ്ദവേഗത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പുതിയൊരു സൂപ്പർ സോണിക് വിമാനം അവതരിപ്പിക്കുന്നുണ്ട്. അതിന് വിളിച്ച പേരാണ് X-59. X-59 എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 2026 ജൂണിൽ വേൾഡ് എക്കണോമിക് ഫോറം, ലോക എക്കണോമിക് ഫോറം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. 70ാമതാണ്. അപ്പൊ 2026 ജൂൺ മാസം വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ഇന്ത്യ 70ാം സ്ഥാനത്താണ്. അങ്ങനെയെങ്കിൽ നോക്കണേടാ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പകൽ ലഭിക്കുന്ന സോളാർ വൈദ്യുതി സംഭരിക്കാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം. ബ്രഹ്മപുരം നമുക്കറിയാം എറണാകുളത്താണ് അല്ലേ. അപ്പോൾ പകൽ നമുക്ക് ലഭിക്കുന്ന സോളാർ എനർജിയിലെ സോളാർ വൈദ്യുതി സംഭരിക്കാൻ വേണ്ടി ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ്. അപ്പോൾ പകൽ സമയം നമുക്ക് ലഭിക്കുന്ന സോളാർ വൈദ്യുതി സംഭരിക്കാൻ ലക്ഷ്യത്തോടു കൂടി ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ബ്രഹ്മപുരത്താണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. അതിക്രമങ്ങൾ നേരിടുക. ഈ അതിക്രമങ്ങൾ നേരിടുക എന്ന് വെക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തോന്നും വനിതകൾക്കും കുട്ടികൾക്കും എതിരെ മാത്രമാണ്. അല്ല, പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും അല്ലെ. അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് പിന്തുണയുമായിട്ട് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും സംസ്ഥാന ആരോഗ്യ വകുപ്പും സംയുക്തമായിട്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിക്ക് വിളിച്ച പേരാണ് ഭൂമിക എന്നുള്ളത്. അപ്പോൾ അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് പിന്തുണയുമായിട്ട് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പും സംയുക്തമായൊരു പദ്ധതി നടപ്പിലാക്കുന്നു. അതിന് വിളിച്ച പേരാണ് ഭൂമിക. അവിടെ വനിതകൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും അതിന്റെ സേവനം ലഭിക്കും. അതാണ് ഭൂമിക. ഇനി ഇന്ത്യയിലെ സെൻസസ് 2027, നമുക്കറിയാം ഡിജിറ്റൽ സെൻസസ് ആണ് നടപ്പിലാക്കുന്നത് അല്ലെ. ഡിജിറ്റൽ സെൻസസ് ആണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ 2027 ഡിജിറ്റൽ സെൻസസ് സെൻസസിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് എന്നാണ് ചോദ്യം. 1855 1855 സെൻസസ്. അപ്പൊ ഇന്ത്യയിലെ 2027 നടക്കാനിരിക്കുന്ന ഡിജിറ്റൽ സെൻസസിന് വേണ്ടി ആരംഭിച്ച ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ പേരാണ് 1855. അപ്പൊ ഇങ്ങനെ ഓർക്കുക, 1857 വിപ്ലവം, അതിന് 2 വർഷം മുന്നേ ഓർക്കുക. ഓക്കെ, ഇനി ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നം നമ്മൾ അറിയണം. സെൻസസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ് പ്രഗതി ആൻഡ് വികാസ്. അപ്പൊ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രഗതി ആൻഡ് വികാസ് ആണ്. അപ്പൊ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രഗതി ആൻഡ് വികാസ് ആണ് ഭാഗ്യചിഹ്നം. പ്രഗതി ആൻഡ് വികാസ് ആണ് ഭാഗ്യചിഹ്നം. ഇനി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് എന്നറിയണം. ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെടുന്ന ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്
ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെടുന്ന ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. അതിന്റെ പേര് സുദർശൻ പട്നായിക് എന്നാണ് പേര്. സുദർശൻ പട്നായിക് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സുദർശൻ പട്നായിക് അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. ഈ പറയുന്ന കടലോര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കടൽ തീരത്ത് മണൽ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കില്ല, അതാണ് സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. 2026 ജൂൺ മാസം 7.1, 7.5 എന്നീ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ രാജ്യമേത്? വെനസ്വേല. വെനസ്വേലയിൽ വലിയ തോതിൽ ഭൂചലനം നടക്കുകയാണ്. ആ തീവ്രത ഓർത്തു വെച്ചേക്കാം. 7.1, 7.5 റിക്ടർ സ്കെയിലിൽ 7.1, 7.5 എന്നീ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായ രാജ്യം അത് വെനസ്വേലയാണ്. ഇനി അവിടെ ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ വെനസ്വേലയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിന് വേണ്ടി 2026 ജൂണിൽ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമുണ്ട്. ആ രക്ഷാദൗത്യത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ അമിസ്താദ്. അപ്പൊ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ വെനസ്വേലയിലേക്ക് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിന് വേണ്ടി 2026 ജൂൺ മാസം ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ആരംഭിച്ച ആ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ച പേരാണ് ഓപ്പറേഷൻ അമിസ്താദ് എന്ന കാര്യം ഓർക്കുക. ഓപ്പറേഷൻ അമിസ്താദ് എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി അതേ ജൂൺ മാസം റിക്ടർ സ്കെയിലില് 7.8 തീവ്രത, മറ്റത് 7.1, 7.5 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഫിലിപ്പീൻസ് ആണ്. അപ്പൊ 2026 ജൂൺ മാസം റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായ രാജ്യം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ അമിസ്താദ്, ഇന്ത്യാസ് ഹ്യൂമാനിറ്റേറിയൻ മിഷൻ ടു വെനസ്വേല എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകുന്നു. അപ്പോൾ അടുത്തിടെ നമ്മുടെ നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ത്യ ഒരു രാജ്യത്തെ സഹായത്തിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ നിറം നോക്കിയിട്ടല്ല ഞങ്ങൾ സഹായിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തെ പാസ്പോർട്ടിൻ്റെ നിറം എന്ത് നോക്കിയിട്ടല്ല ഞങ്ങൾ സഹായിക്കുന്നത്, ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, 2026 ജൂൺ മാസം മെക്കാല, ഫിഗോസ് എന്നീ പേരുകളിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ജപ്പാനാണ്. അപ്പൊ 2026 ജൂൺ മാസം മെക്കാല, ഫിഗോസ് എന്നീ പേരുകളിൽ ചുഴലിക്കാറ്റുകൾ നാശം വിതച്ച രാജ്യമേത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ജപ്പാനാണ് കേട്ടോ. അപ്പൊ 2026 ജൂൺ മാസം മെക്കാല, ഫിഗോസ് എന്നീ ചുഴലിക്കാറ്റുകൾ നാശം വിതച്ച രാജ്യമേത് എന്ന് ചോദിച്ചപ്പോൾ അത് ജപ്പാനാണെന്ന കാര്യം ഓർക്കുക. ഇനി യൂറോപ്പിൽ ജൂൺ മാസം 2026 വാർത്തകളിൽ നിറഞ്ഞ കാലാവസ്ഥാ പ്രതിഭാസം ഏത് എന്നാണ് ചോദ്യം. അതിന്റെ പേര് ഹീറ്റ് വേവ് എന്നാണ്. നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിൽ വലിയ തോതിലുള്ള ചൂട് വ്യാപിക്കുകയാണ്. അവിടെ മനുഷ്യന് അസഹ്യനീയമായ ചൂട് വ്യാപിക്കുന്നു. അതിന് കാരണമായ കാലാവസ്ഥാ പ്രതിഭാസമാണ് ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്പിൽ ജൂൺ മാസം 2026 വാർത്തകളിൽ നിറഞ്ഞ കാലാവസ്ഥാ പ്രതിഭാസമാണ് ഹീറ്റ് വേവ്. അടുത്ത പോയിന്റ് ഒരു പുസ്തകമാണ്. ദ സെക്കൻഡ് ഓർബിറ്റ്, ബിലീഫ് ഓഫ് എ മാൻ, ഡ്രീംസ് ഓഫ് 1.4 ബില്യൺ ഹേർട്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ബഹിരാകാശ സഞ്ചാരി ആര് എന്നാണ് ചോദ്യം. അത് ശുഭാൻഷു ശുക്ലയാണ്. അപ്പോൾ നമ്മുടെ ശുഭാൻഷു ശുക്ലയെ പറ്റി നമുക്ക് 2 പോയിന്റ് പറയാൻ പറ്റും. അതിന്റെ സ്വദേശം ലക്നൗ ആണ്. അദ്ദേഹം ബഹിരാകാശത്ത് എത്തിയ രണ്ടാമത് ഇന്ത്യക്കാരനാണ്. അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം എന്ന കാര്യം ഓർക്കുക. നമ്മൾ ആക്സിയം മിഷൻ പഠിപ്പിച്ചപ്പോൾ കൃത്യമായിട്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ആ ശുഭാൻ ശുക്ല അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ സെക്കൻഡ് ഓർബിറ്റ്. അദ്ദേഹത്തിന് ഇത്തവണ രാജ്യം റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് എന്ത് കൊടുത്തു? അശോക ചക്ര പുരസ്കാരം ജേതാവ് 2026 അശോക ചക്ര പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ ശുഭാൻ ശുക്ല.
അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ സെക്കൻഡ് ഓർബിറ്റ്, ബിലീഫ് ഓഫ് എ മാൻ, ഡ്രീംസ് ഓഫ് 1.4 ബില്യൺ ഹേർട്സ് എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇനി 2026 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനി ഏത് എന്നാണ് ചോദ്യം. അപ്പൊ 2026 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ജൊന്നഗിരിയാണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണത്. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള ജൊന്നഗിരി. അപ്പൊ 2026 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനി ഏത്? ദ ഫസ്റ്റ് പ്രൈവറ്റ് ഗോൾഡ് മൈൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ജൊന്നഗിരിയാണ്. അത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു, ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് അല്ലെ. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിനുള്ള ഊൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജനാര് എന്നാണ് ചോദ്യം. ജൈനേന്ദ്ര കെ ജെയിൻ ആണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ജൈനേന്ദ്ര കെ ജെയിൻ എന്ന് പറയുന്ന മനുഷ്യൻ ബിക്കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ സയന്റിസ്റ്റ് ടു വിൻ ഊൾഫ് പ്രൈസ്. അപ്പൊ ഭൗതിക ശാസ്ത്രത്തിനുള്ള ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന ഊൾഫ് പ്രൈസ്. ഈ ഊൾഫ് പ്രൈസ് കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. സംസ്ഥാനത്തെ വ്യാജ കള്ളിന്റെ ഉൽപാദനവും വിതരണവും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. വാക്കിൽ നിന്ന് കിട്ടും അല്ലെ, ഓപ്പറേഷൻ ശുദ്ധി, ശുദ്ധീകരിക്കുക. എന്തെയാ? ഈ വ്യാജക്കള്ള് അല്ലെ, വ്യാജക്കള്ളിന്റെ ഉൽപാദനവും അതുപോലെ തന്നെ വിതരണവും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു കർമ്മ പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർത്തു വെച്ചേക്കാം. ഇവിടെ എക്സൈസ് വകുപ്പ് മന്ത്രി, നിലവിൽ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. ലിജുവിന്റെ എം സ്റ്റാൻഡ്സ് ഫോർ മദ്യം എന്ന് ഓർക്കാം. ലിജുവിന്റെ എം സ്റ്റാൻഡ്സ് ഫോർ മദ്യം എന്ന് ഓർക്കാം. അപ്പൊ ലിജുവിന്റെ എം സ്റ്റാൻഡ്സ് ഫോർ മദ്യം എന്ന് ഓർക്കാം കേട്ടോ. ഇനി കേരളത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായിട്ട് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് വിളിച്ച പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കേരള. എന്താണ് ഓപ്പറേഷൻ ക്ലീൻ കേരള? കേരളത്തില് നമ്മുടെ പകർച്ചവ്യാധികളില്ലേ, ആ പകർച്ചവ്യാധികൾ തടയുന്നതിനും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കേരള. അത് പറയുമ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു വെച്ചേക്കുക. ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേരളത്തിലെ അത് അനൂപ് ജേക്കബ് ആണ്. അനൂപ് ജേക്കബ് ആണ് നിലവിൽ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി. നിലവിൽ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്നത് അനൂപ് ജേക്കബ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. ഭക്ഷ്യവകുപ്പ്, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ്, അതുപോലെ തന്നെ ഉപഭോക്തൃകാര്യം അഥവാ കൺസ്യൂമർ അഫേഴ്സ്, ദെൻ ലീഗൽ മെട്രോളജി എന്നീ പദങ്ങൾ, എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു അനൂപ് ജേക്കബ്. അടുത്ത പോയിന്റിലേക്ക് വരാം. 2026 ജൂൺ മാസം പുറത്തിറക്കിയ ടോപ്പ് 500 പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ദ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ടോപ്പ് 500 പട്ടികയിൽ ഇടം നേടിയ ജൂൺ പുറത്തിറക്കിയ പട്ടിക പ്രകാരം 1ാം സ്ഥാനത്ത് ചൈനയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ്. എൻ്റെ പേര് ലൈൻ ഷൈൻ എന്നാണ് പേര്. അപ്പൊ ചൈനയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ലൈൻ ഷൈൻ ആണ് ഇതിന്റെ പേര്. അപ്പൊ 2026 ജൂൺ മാസം പുറത്തിറക്കിയ ടോപ്പ് 500 പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി മാറുന്നു ചൈനയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ലൈൻ ഷൈൻ എന്ന കാര്യം ഓർക്കുക. 2ാം സ്ഥാനത്തെത്തുന്നത് അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് എൽ ക്യാപിറ്റൻ. അപ്പൊ 2ാം സ്ഥാനത്ത് ഏതാണ്? എൽ ക്യാപിറ്റൻ ആണ്. അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള എൽ ക്യാപിറ്റൻ ആണ്. അങ്ങനെയെങ്കിൽ 2026 ജൂണിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രശസ്ത ലബനീസ് പരിസ്ഥിതി പ്രവർത്തകയാരെന്നാണ് ചോദ്യം. നോക്കണേ, പേര് മോന ഖലീൽ എന്നാണ്. അപ്പോൾ ജൂൺ മാസം ഇസ്രായേലിന്റെ വ്യോമാക്രമണം കൊല്ലപ്പെട്ട മോന ഖലീൽ താഴെ പറയുന്നതിൽ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? അവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്. പേര് മോന ഖലീൽ. ഈ കാണുന്ന ഇവരാണ് നമ്മുടെ മോന ഖലീൽ എന്ന് പറയുന്നത്. ഇവരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മോന ഖലീൽ എന്ന് പറയുന്നത്. അവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. കേരളത്തിലെ ലഹരി മാഫിയക്കെതിരെ
എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലൊരു ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു. അതിന്റെ പേരാണ് മയങ്ങില്ല കേരളം. അങ്ങനെ ഒന്നും കേരളം മയങ്ങത്തില്ല എന്നാണ്. അപ്പൊ കേരളത്തിലെ ലഹരി മാഫിയക്കെതിരെ ആരുടെ നേതൃത്വത്തിലാ? എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട്. ആ ജനകീയ ക്യാമ്പയിൻ വിളിച്ച പേരാണ് മയങ്ങില്ല കേരളം. മയങ്ങില്ല കേരളം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ VSSC അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ VSSC പുതുതായിട്ടൊരു ഡയറക്ടറെ നിയമിക്കുന്നുണ്ട്. ആ ഡയറക്ടറിന്റെ പേരാണ് UP രാജീവ്. അപ്പൊ VSSCയുടെ പുതിയ ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഡോക്ടർ UP രാജീവാണ്. ഡോക്ടർ UP രാജീവാണ്. ഡോക്ടർ UP രാജീവാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ, ആണവ താപം അല്ലെ, ആണവ നിലയങ്ങളിലെ താപം. ആണവ താപം ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. അത് കൽപ്പാക്കം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. അപ്പൊ കൽപ്പാക്കം ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. അപ്പൊ ആണവ താപം അല്ലെ, ആണവ നിലയങ്ങളിലെ താപം, ആണവ താപം ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് കൽപ്പാക്കം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. ഇനി ഇതൊരു പഴയ ഒരു പദ്ധതിയാണ്, ഇപ്പൊ കൊണ്ടുവന്നല്ല, മുന്നേ ഉള്ള പദ്ധതിയാണിത്. മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി. അപ്പൊ എന്താണ് പ്രശാന്തി? മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും മാനസിക പിന്തുണയും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതിക്ക് വിളിച്ച പേരാണ് പ്രശാന്തി എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു, ലാസ്റ്റ് സ്ലൈഡ് ആണിത്. എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ആരംഭിക്കുന്നുണ്ട്. ആ പോർട്ടൽ വിളിച്ച പേരാണ് എയർ സുവിധ 2.0. അപ്പൊ എന്താണ് എയർ സുവിധ 2.0 എന്ന് പറയുന്നത്? അപ്പൊ എബോള വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ആരംഭിച്ചു. ആ പോർട്ടൽ വിളിച്ച പേരാണ് എയർ സുവിധ 2.0. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, എയർ സുവിധ 2.0 താഴെ പറയുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോർട്ടലാണ്? എബോള. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 1000ാമത്തെ കപ്പലേത്? MSC ലൂസിയാന. MSC ലൂസിയാനയാണ്. MSC ലൂസിയാന. വിഴിഞ്ഞം തുറമുഖത്ത് ഏറ്റവും ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് 1000 കപ്പലെത്തുന്നത്. 1000 കപ്പലെത്തുന്നു വിഴിഞ്ഞം തുറമുഖത്ത്. MSC ലൂസിയാനാണ് 1000ാമത്തെ കപ്പൽ. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലേത്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലേത് എന്ന് വെച്ചാൽ പറഞ്ഞത് ഷെൻഹുവയാണ്. ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പലേത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഷെൻഹുവ 29. ഷെൻഹുവ 29. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലേത്? 100ാമത്തെ കപ്പൽ, 100th ഷിപ്പ്, 100ാമത്തെ കപ്പലേത് എന്ന് ചോദിച്ചപ്പോൾ അത് MSC മിഷേല. MSC മിഷേല. MSC മിഷേല. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 500ാമത്തെ കപ്പലേത് എന്ന് ചോദിച്ചപ്പോൾ MSC വെറോണ. MSC വെറോണ. കൊറോണയല്ല, വെറോണ. അപ്പൊ ആദ്യ കപ്പൽ ഷെൻഹുവ 15, രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ 29, 100ാമത്തെ കപ്പൽ MSC മിഷേല, 500ാമത്തെ കപ്പൽ MSC വെറോണ. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏത്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ എന്നാണ് എൻ്റെ പേര്. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1000ാമത്തെ കപ്പൽ MSC ലൂസിയാന. MSC ലൂസിയാന സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.